ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മുതിരയും പുട്ടും. മുതിര ഞാൻ കല്ലൊക്കെ അരിച്ച് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സബോള അരിയണം, ഒരു പച്ചമുളക് അരിഞ്ഞിടണം കേട്ടോ. നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തിയിട്ട് എടുക്കാം. നാളികേരാണ് കേട്ടോ ശരിക്കും കൊണ്ടിരിക്കണേ. അപ്പൊ എന്നിട്ട് വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാകാന്ന് വെച്ചിട്ടാ. എന്നും പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കി മടുത്തു. അപ്പൊ നമുക്കിത് കണ്ണൻ ചേർത്ത് തുളച്ചിട്ട് നമുക്ക് ഇതിലായിട്ടാണ് പുട്ടിലിടാൻ പോണത്. നമ്മള് നോക്കി വെക്കാൻ പറ്റുമെന്നുള്ളത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മള് പുട്ടിലേക്കുള്ള പൊടി എടുക്കാണ് കേട്ടാ. കുറച്ച് പുട്ടുണ്ടാവല്ലേ, ഇതുകൊണ്ട് 2 മൂടി എടുക്കണുള്ളൂ കേട്ടാ. ചേട്ട അച്ഛനൊന്ന് റെഡിയാക്കി തരും. ജീരകം തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും എനിക്കൊന്നും അറിയേ കണ്ടില്ലേ, നിറയെ ചെയ്യാൻ പറ്റുള്ളൂ. നടക്കുന്നുണ്ടായില് കുഞ്ഞു കുഞ്ഞതായിട്ട്. മഴ പെയ്ത കാരണേ നിറയെ പൊന്നിട്ടാ. ചോന്നൂല്ലേ മരുന്ന് വെച്ചിട്ടാ പുട്ടിലേക്കല്ല. അല്ല, മുതിര കാച്ചാനായിട്ട്. മുതിര കാച്ചളോ. നമുക്കത് കുഴച്ചെടുക്കാം. അമ്മൂസ് നാളെ പോവാണ് കേട്ടാ. നാളെ പുലർച്ചെ 2 മണിക്കാണ് ആൾക്ക് വണ്ടി. 2 മണിക്കാണ് ആൾക്ക് വണ്ടിട്ടാ. അങ്ങനെ ഒരു 10-20 ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ചൂടൻ വീണ്ടും തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലേക്ക് പോവാണ്. നാളെ എനക്കുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പോകുമ്പോ വല്ലാത്തൊരു ഇതാട്ടാ. വീട് ഉറങ്ങിപ്പോവും. അമ്മൂസ് ഉണ്ടെങ്കിൽ പ്രത്യേകതയെ പാട്ടും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുള്ളൂ. ഞാൻ പാട്ട് പാടിയ അമ്മൂസിലെ പോലെ ആവില്ലല്ലോ. അതാ എന്തും ഞാൻ പറയാ, അതിനെ ഓപ്പോസിറ്റ് പറയാണ്. എന്ത് പാട്ടാണോ പാടാൻ പോണെ. ഞാൻ അച്ഛന്റെ കലാകാരൻ. അച്ഛന് പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പറമ്പില് ആന ഇത്ര നാളുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുലിയും കൂടി ഇറങ്ങി. അപ്പൊ പണി ക്യാൻസൽ ആക്കിട്ടാ. അപ്പൊ ഇനി അച്ഛന് പാട്ടും ഡാൻസും മാത്രമായിരിക്കും. ഇതേ പുട്ടിനുള്ളത് നമ്മ കുഴക്കണട്ടാ. എനിക്ക് മറ്റന്നാൾ 2 മണിക്കാണ് ശരിക്ക്. എന്താ തിങ്കളാഴ്ച പോകേണ്ടതായിരുന്നു ഞാന്. തിങ്കളാഴ്ച ഞായറാഴ്ച. അപ്പൊ പണി നടക്കണ കാരണം ഒരു 2 ദിവസം എന്തോ ഭാഗ്യം കൊണ്ട് നീട്ടി കിട്ടി. അല്ലെങ്കിൽ ഒന്നും തരാത്തവരാണ് അവര്. ബാക്കിയുള്ളത് പുട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് കാണിക്കാട്ടാ. അപ്പൊ നമ്മള് മുതിര കാച്ചാൻ പോവാണ് കേട്ടാ. ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണൻ ചേർത്ത് പൊടിയൊക്കെ കളഞ്ഞ് ഓട്ടയൊക്കെ തുളച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് എനിക്ക് പാകാവണമെന്നാണ് നോക്കണം. അയ്യോ, ഇങ്ങനെ കരുതിക്കൂലേ. അപ്പൊ എന്ത് ചെയ്യാ?
അത് കുഴപ്പമില്ല, ഇതിൽ നടത്താൻ എന്നിട്ടത് വീടെടുക്കാം. നാളെ അല്ലെ പിന്നെ മറ്റേ പുട്ടും കുടത്തം വയ്ക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നാളെ അത് ഇട്ട് കൊടുത്തിട്ട് അതിനെ പോയി എടുക്കാം. അപ്പൊ അതിനെ വെന്തതിന് ശേഷം പിന്നെ സെറ്റ് ആയിക്കോളും. മനസ്സിലാല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടെ. ചില്ലിടാണെങ്കിൽ ചില്ലിങ്ങനെ പൊന്തി പോവുള്ളൂ, പറ്റില്ല. നോക്കാം നമുക്ക് എന്താവോ എന്തോ. മുതിര എന്തോന്നുള്ളത് നോക്കാം. രണ്ടിലേക്കും കൂടിയുള്ള നാളികേരം അടിപൊളി വന്നിട്ടാ. എന്നിട്ട് മൂപ്പിക്കാനല്ലേ പറയണേ? സവാളയും കൂടി മധുരം. സവാള എനിക്ക് എല്ലാത്തിനും ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ചിലതിൽ മധുരം വരും, അങ്ങനെയുള്ളത് ഒഴിവാക്കണം. സവാള ഉള്ളി ചൂടായ കാരണം ഇനി മുതിര മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് മുട്ടൊന്നും മുട്ടുവേദനയ്ക്കല്ല മുട്ടുവേദനിക്കാണ്ടിരിക്കാനൊക്കെ മുതിര ഏറ്റവും നല്ലതാ. കൊളസ്ട്രോളിനൊക്കെ നല്ലതാ. നമ്മളെ ചൂട് കാരണം നമ്മൾ മുതിര തുടർന്നേ ഉണ്ടായിരുന്നില്ല. മുതിര മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞുണ്ടാ. ചൂട് കാരണം വെച്ചില്ല. മഴ പെയ്യട്ടെ വെച്ചിട്ട് അടുത്ത് ചെയ്തായിരുന്നു. ഏറ്റവും വില കുറവുണ്ടായിരുന്ന സാധനം മുതിരയും ഗ്രീൻ പീസും. ഇത് രണ്ടിനും ഭയങ്കര, ഗ്രീൻ പീസൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. മനുഷ്യന് മാത്രമേ വിലയില്ലാത്തുള്ളൂ. ഇത് ന്യൂനമർദ്ദമാണ്. ഇന്നൊരു വെയിലൊക്കെ കാണാണ്ട്. ഇനിയിപ്പോ കാലവർഷം ഇരിക്കണുള്ളൂ. വെയിലാണെങ്കിൽ വെയിൽ, ചൂടാണെങ്കിൽ ചൂട് തന്നെ. കൊടുംചൂടിന്നൊരു ആശ്വാസം കിട്ടി ഇപ്പൊ മഴ പെയ്തിട്ട്. ഇനിയിപ്പോ മഴ തന്നെയാവൂലേ എന്നൊക്കെയാണ് വിചാരിക്കണത്. എന്താവാ, ഇന്നും മൂടി പിടിച്ചുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടാ. നന്നായി മൂത്ത് വരുന്നുണ്ട് കേട്ടാ. നാളേരല്ലേ നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് നാളികേരിടാം. മുളക് പൊടി കഴിയാറായിട്ട് ചേട്ടാ. വർഷകാലത്ത് വേനൽക്കാലത്ത് ശരിക്കും മേടിച്ച് പൊടിച്ച് വെക്കുന്നുണ്ടായിരുന്നു കഴുകി ഉണക്കിയിട്ട്. ഇനിയിപ്പോൾ കഴുകാൻ ഉണക്കാനൊന്നും പറ്റില്ല, പൂപ്പില് വരും കഴുകിയാൽ. ചേട്ടൻ എന്താ നോക്കണ ഈയമ്പാറ്റ തന്നെയാ? ഈയമ്പാറ്റേലൊക്കെ ഒരു ജീവിതം തൊട്ടല്ലേ? ജീവിതം തന്നെ. അല്ല, ഒരു ദിവസക്കല്ലുള്ള ഒരു ആയുസ്. ഒരു ദിവസം അവിടെ പറഞ്ഞതിലിട്ട് ഒരു ദിവസം. അതൊരു ചതിലായിട്ടല്ലേ, ചതില് വലുതായിട്ടാണ് ചെയ്യാൻ പറ്റും. നടന്നിട്ട് അത്രയും നാളും പണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് പറക്കാൻ കിട്ടിയപ്പോ ഒരൊറ്റ ദിവസം. പിന്നെ അവിടേക്ക് ചെല്ലാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ചെന്ന് ചത്തു പോകണം. മനുഷ്യന്റെ കാര്യം അതിന്റെ കഷ്ടല്ലേ. പണിയെടുത്ത് സമ്പാദിച്ച് കാശ് ഇപ്പൊ എന്ന് പറഞ്ഞ് ചത്തു. സമ്പാദിച്ച് വെച്ചതൊക്കെ എന്നിട്ടാണ് മറ്റുള്ളവർ ഇല്ല. മരണത്തെ കുറിച്ച് ശരിക്കുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരാളെ പറ്റിക്കാനും നിൽക്കില്ല, ചതിക്കാനും നിൽക്കില്ല. അത് സംഭവിക്കുന്ന ഒരു ഉറപ്പാണ്. മരണം ഒരു ദിവസം സുനിശ്ചിതാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി എന്തോരം കാശുള്ളവരൊക്കെ വന്നങ്ങനെ ഐസിയുലും ഇവിടെ കിടന്ന് ജീവനും. അപ്പൂസിനെ കുളിക്കാൻ സമയമായില്ലോ. അപ്പൂസ് അമ്മൂസും വന്ന് നിൽക്കണില്ല സഹായം പറഞ്ഞിട്ട്. എന്താണ്
നാളെ ചേച്ചി പോണ കാരണം ഭയങ്കര 8 മണി കഴിഞ്ഞു. കുളിക്ക് പോയിട്ട് നോക്കാം കൂടെ. ഞാൻ പോകുമ്പോഴുള്ള പാട്ടാട്ടാ മറ്റേ പാട്ടില്ലേ പാലിലാവിലെ നമ്പരൊന്ന് വരും. 8 മണി കഴിഞ്ഞു. ഇനി കുളിച്ചിട്ട് ചോറിനണം. അമർത്തുന്നില്ല ഇട്ട് കൊടുക്കണല്ലോ. അമ്മനിക്ക് അച്ഛനെ മാങ്ങ അരിഞ്ഞിട്ട് അമ്മയ്ക്ക് അച്ചാറിട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കത് അത് ഇപ്പൊ പൂപ്പല് പിടിച്ച് പോയിട്ടുണ്ടാവും. അമ്മേനെ വീഡിയോയിൽ നാളെ അമ്മ ഇന്നിട്ട് തരാം. ഇന്ന് അമ്മ രോഗമാണ് പറയാറുള്ളത്. എണ്ണയില്ലാത്ത കാരണം എന്നല്ല അമ്മ അച്ഛൻ്റെ അടുത്ത് എണ്ണ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇടാഞ്ഞത്. മനസ്സിലായ? എന്നിട്ട് നമുക്ക് അത് അച്ചാറുടെ സെറ്റായിട്ടാ. ഇത് നമ്മുടെ പുട്ടെടുപ്പത്ത് വെച്ച് പുട്ടാവുമ്പോ പറയാട്ടെ ഗൈസ്. ഹലോ ഗൈസ്, ഇത്ര വലുതായിട്ട് അച്ഛനും മടിയിൽ കയറി കൊഞ്ചിയുള്ള കണ്ട. അമ്മ നൈസ് കുശുമ്പത്തിയാണ് കേട്ടാ. അപ്പൊ അമ്മയുടെ പൊസസീവ്നെസ് കുശുമ്പൊക്കെയാണ് എനിക്ക് ഇങ്ങിട്ടേക്കണത്. അമ്മ വേറെ ആരെയൊന്നും മിണ്ടാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കുശുമ്പൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞത്. അച്ഛനും മടിയിലിരിക്കണത് എനിക്ക് സന്തോഷമല്ലോ. പക്ഷെ ഇത് 5 മിനിറ്റ് നേരത്തേക്കായി ഉണ്ടാവുള്ളൂ അത്ര. അത് കഴിഞ്ഞ അച്ഛനും മോള് അടിയാണ് കാണാം. ഇതിപ്പോ ഇങ്ങനെ സ്നേഹം നാളെ പോണ കാരണം ആലാച്ചെങ്കി എപ്പോഴും അടി കഴിഞ്ഞു പറഞ്ഞില്ല. അച്ഛനാണ് തോറ്റിട്ടെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞനുസരിക്കില്ലാത്ത കുട്ടിയാണോ? അപ്പൊ ശരി, ഞാൻ അപ്പൂസിനെ വിടാൻ നോക്കട്ടെ. പുട്ടൊക്കെ നന്നായി വെന്തോന്ന് വിചാരിക്കുന്നു. നമുക്കത് കുത്തി നോക്കാം. അടിപൊളിയായിട്ടാ. നമുക്ക് അടുത്തിടാം. അപ്പൊ നമ്മള് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കും കഴിച്ചു. അപ്പോഴേക്കും ഈ പുട്ട് ഞങ്ങൾ തിന്നിട്ട്. അയ്യോ ചെയ്യാൻ പാടില്ല. എല്ലാം ഉണ്ടാക്കിട്ട് കഴിക്കാൻ പാടുള്ളൂ. ക്ഷമ വേണം. ഇത് പെട്ടെന്നാവും. എന്നാ തിരുന്നേരം കൊണ്ട് ക്ഷമിക്കാം കഴിച്ചു. നമുക്കിത് ഇട്ടിട്ട് എല്ലാം പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. നമ്മള് മുതിരയും പുട്ടും ചിരട്ടപ്പുട്ട് കഴിക്കാൻ പോവാണ്. അതെങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചു നോക്കിയിട്ട് പറയില്ലേ? ചൂടുണ്ട്. എന്റെ ഫസ്റ്റ് ഉണ്ടാക്കിയത് മുട്ടായ ചൂടാറിയിട്ടാ. കണ്ട സൂപ്പർ, അടിപൊളിയാ. നല്ല രസം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കൊടുത്ത ബെൽബട്ടനടിച്ച് പൊട്ടിക്കും ചെയ്യും. അപ്പൊ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും ബൈ ബൈ.